മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻ കറാമത്തുണ്ടായ മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ ജനാസ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ഷരീഫിലേക്ക് കൊണ്ടുവരാൻ മറവ് ചെയ്യാൻ വേണ്ടി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടരികത്ത് കിടക്കുന്ന ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റൗദയിലേക്ക് ചെല്ലുമ്പോൾ മദീനയിലെത്തുമ്പോഴേ സ്വലാത്ത് ചെല്ലേണ്ട സ്ഥലം കുറച്ച് റൗണ്ടുകൾ കാണും. രണ്ടാമത്തതോ മൂന്നാമത്തതോ ഹുന സ്വലാത്തു അലാ റസൂലില്ലാ, ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് സലാം പറയേണ്ടത്. ഒരു ഹോൾ കാണും, ആ ഗ്രില്ലിന്മേൽ കണ്ടിട്ടില്ലേ? ഹുന സ്വലാത്തു അലാ അബീ ബക്രിൻ സിദ്ദീഖ്, ഹുന സ്വലാത്തു അലാ ഉമർ, ഹുന സലാം അലാ അബീ ബക്ർ, ഹുന സലാം അലാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇവിടെയാണ് സിദ്ദീഖ് എന്നവരോട് സലാം പറയേണ്ടത്, ഇവിടെയാണ് ഉമർ തങ്ങളോട് സലാം പറയേണ്ടത്. നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ തങ്ങളും അങ്ങനെയാണ് റൗദയിൽ കിടക്കുന്നത്. റൗദയിലേക്ക് കൊണ്ടുവരുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹാബ പറഞ്ഞു, നബി തങ്ങൾ ഉനൂദി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്ക് സലാം നബിയെ. ഹാദാ അബൂബക്കറിൻ ബിൽ ബാബ്, അബൂബക്കർ വാതിൽക്കൽ വന്നിട്ടുണ്ട് നബിയെ എന്ന് നബി തങ്ങളോട് പറഞ്ഞു സ്വഹാബികൾ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കറിൻ ബിൽ ബാബ്. സിദ്ദീഖ് തങ്ങളുടെ ജനാസ പിടിച്ചിട്ടായി പറയുന്നത്, നബിയെ സിദ്ദീഖ് എന്നവർ വാതിൽക്കലുണ്ട് കേട്ടോ നബിയെ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയോട് സലാം പറയണം. തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്, എന്നാൽ പോലും തങ്ങൾ സലാമിന് മറുപടി പറയും എന്ന് പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തങ്ങളത് കേൾക്കും, തങ്ങളത് മറുപടിയും പറയും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു എന്ന് പറഞ്ഞപ്പോൾ ഫഇദൽ ബാബ് ഖദ് ഫുതിഹ്, റൗളയുടെ വാതിൽ സിദ്ദീഖ് തങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. ഫഇദാ ഹാതിഫുൻ യഹ്തിഫു മിനൽ ഖബർ, പരിശുദ്ധമായ ഖബർ ഷരീഫിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം പോലത്തൊരു ശബ്ദം, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നോളൂ എന്ന് മറുപടിയും കേട്ടതിൻ്റെ ശേഷമാണ് റൗദയിലേക്ക് സിദ്ദീഖ് തങ്ങളെ കൊണ്ടുപോകുന്നത് റളിയല്ലാഹു തആല. ഇത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ ശേഷം സംഭവിച്ച ബഹുമാനപ്പെട്ടവരുടെ കറാമത്തായി ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു തആല മുതവാത്തിറായ സംഭവമാണ്. ഇറാനിലെ നഹാവന്തിൽ യുദ്ധത്തിന് പോകാൻ മഹാനായ സാരി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരോട് മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറുന്നിട്ട് പറഞ്ഞിട്ടില്ലേ ഉമർ തങ്ങൾ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ ആ പർവ്വതം ആ പർവ്വതം. എല്ലാവരും പറഞ്ഞു ഹാദാ സൗത്തു അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളുടെ ശബ്ദമാണല്ലോ ഈ കേൾക്കുന്നത്. മദീന എന്ന് പറയാം ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക്. അപ്പോൾ ശത്രുക്കൾ വരുന്നുണ്ട് മലയുടെ പിൻഭാഗത്തുകൂടെ. ആ പർവ്വതത്തിൽ അഭയം പ്രാപിക്കാനാണ് ഉമർ തങ്ങൾ ഇവിടുന്ന് കമാൻഡ് ചെയ്യുന്നത്. അത് സാരി റളിയല്ലാഹു അൻഹു കേട്ടു, മുഅ്മിനീങ്ങൾ കേട്ടു. ജുമുഅന്റെ സമയത്താണത്. മിമ്പൽക്കാരുടെ ഉമർ തങ്ങൾ പറയുന്നത് ഖുതുബന്റെ ഇടയിൽ യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ആ യുദ്ധം വിജയിച്ചു. തിരിച്ചു വന്നതിൻ്റെ ശേഷം അവർ ആ സംഭവം ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയും ചെയ്തു. ഉമർ തങ്ങൾ അത് ശരിവെക്കുകയും ചെയ്തു. ഉമർ തങ്ങൾ അങ്ങോട്ട് കമാൻഡ് ചെയ്തതാണ്. നമ്മുടെ പ്രീ മൊബൈൽ പ്രീ സാറ്റലൈറ്റ് കാലഘട്ടം, വളരെ മനോഹരമായൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഡിവൈസിൻ്റെയും ഒരു സാറ്റലൈറ്റിൻ്റെയും ആവശ്യമില്ലാതെ മദീനയിൽ നിന്ന് ഇറാനിലെ നഹാവന്തിലേക്ക് ഉമർ തങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവരത് കേൾക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ സ്വഹാബത്തിനുണ്ടായ കറാമത്തുകളാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഈ സംഭവം ചരിത്രം രേഖപ്പെടുത്തിയ മഹാത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാം, ഈ സംഭവത്തിൽ അലി തങ്ങൾക്ക് ജീവിച്ചിരിപ്പുള്ള കാലമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു സിദ്ദീഖ് എന്നവരോടും ഉമർ തങ്ങളോടും, അൻതുമാ മിന്നി ബിമൻസിലത്തി സമഇ വൽ ബസ്വർ, കാഴ്ചയും കേൾവിയും ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതുപോലെയാണ് നിങ്ങൾ രണ്ടുപേരും എനിക്ക് എന്ന് നബി തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറയാറുണ്ട്, ഉമർ തങ്ങളോട് പറയാറുണ്ട്. എൻ്റെ കണ്ണും കാതുമാണ് നിങ്ങൾ എന്നർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അത്തരം ഒരു സംഭവം മഹാനവറുകൾക്കുണ്ടായതിൽ അത്ഭുതപ്പെടാനില്ല. ഈജിപ്തിൽ ഒഴുകുന്ന നദിയുടെ പേരെന്താണ്? റിവർ നൈൽ. മാഷാ അല്ലാഹ്. അതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? സ്വർഗത്തിലാണ്. എന്നാലും ഭൂമിയിൽ എവിടെയാണ്? അറിയുന്നൊരു കൈപോക്കണം. അപ്പോൾ നമുക്ക് അറിയില്ല ആരെ ഉത്തരം പറയുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ അങ്ങനെയാണ്, കൈപോക്കുക എന്ന് പറയും. ആർക്കെങ്കിലും അറിയോ? മെസ്സപ്പൊട്ടേമിയയില വിക്ടോറിയ തടാകത്തിലാണ്. ആരാ പറഞ്ഞത്? സൗണ്ടേ കേട്ടിട്ടുള്ളൂ, കൈപൊക്കണം. വിക്ടോറിയ, ലേക്ക് വിക്ടോറിയ. അത് ഏത് രാജ്യത്താണെന്നറിയോ? ആർക്കെങ്കിലും? ഏത് കോണ്ടിനെന്റിലാണ്?
ആഫ്രിക്കയിലാണ്, ഉഗാണ്ടയിലല്ലേ? ഉഗാണ്ടയിലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മമ്മുഞ്ഞ് നോക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, ഉറപ്പ് വരുത്തി. നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് ജാഹിലിയ്യ കാലത്ത്. ഇസ്ലാമിക് നബിതങ്ങൾ വരുന്നതിൻ്റെയൊക്കെ മുമ്പ് ഈജിപ്തുകാരുടെ ഒരു ആചാരം തന്നെ ഉണ്ട്. വെള്ളം ക്രമാതീതമായി അങ്ങ് പൊങ്ങിയാൽ സുന്ദരിയായൊരു പെൺകുട്ടിയെ അതിലേക്ക് ബലി കൊടുക്കാറുണ്ട്. അതിലേക്ക് എറിയും, ആ പെണ്ണ് മരിക്കും. അങ്ങനെ ആ നദിയുടെ ഒഴുക്ക് നോർമലാവാറുണ്ട്. അങ്ങനെ ഒരു ആചാരം ജാഹിലിയ്യ കാലം മുതലേ ഈജിപ്തുകാർ ചെയ്യാറുണ്ട്. ഈജിപ്തുകാരുടെ ചരിത്രം വളരെ പഴക്കമുള്ള ചരിത്രമാണല്ലോ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവാണ് ഈജിപ്തിലെ ഗവർണർ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് അങ്ങനെ ഒരു വെള്ളപ്പൊക്കം വന്നു. ആളുകളൊക്കെ പറഞ്ഞു, അംർ ഇബ്നുൽ ആസ് തങ്ങളെ, പ്രായപൂർത്തിയെത്തിയ സൗന്ദര്യവതിയായ ഒരു കുട്ടിയെ ഈ നദിയിലേക്ക് എറിഞ്ഞാലേ ഈ വെള്ളപ്പൊക്കത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ചെന്നൈയിലെ വെള്ളപ്പൊക്കം കാണില്ലേ? എന്താ ഫ്ലൈറ്റൊക്കെ ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുക, അനക്കാൻ പറ്റണില്ല. വലിയ അദാബാണ്, അള്ളാഹു ചെയ്യുന്ന അദാബുകളാണ്. മനുഷ്യന്മാരത് മനസ്സിലാക്കണം എന്നാണ്. കാരണം അള്ളാഹു ഈ ഭൂമിയെ ജീവിക്കാൻ സൗകര്യപ്പെടുത്തി വിട്ട സ്ഥലമാണ്. വൽ അർള മിഹാദ, നിങ്ങൾക്ക് ഭൂമി ഒരു തൊട്ടിൽ പോലെയാണ്. അതിനെതിരല്ല ചെയ്താൽ എന്തൊരു കുഴപ്പമുണ്ടെന്ന് അതിനർത്ഥം. നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇവിടേക്ക് ഏത് മുനിസിപ്പാലിറ്റിക്ക് ഇവിടേക്ക് അടിച്ചൊഴിവാക്കാൻ പറ്റും? ഇവിടെ തന്നെ നമ്മുടെ സീ ലെവൽ അങ്ങനെ ഉയർന്നാൽ, കടലിലെ ലെവൽ അബുദാബിയിലോ ദുബൈയിലോ നമ്മുടെ കോസ്റ്റൽ ലൈനിൽ സീ ലെവൽ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ വെള്ളം എവിടേക്ക് അടിച്ചൊഴിവാക്കുക? മുനിസിപ്പാലിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെ കൊണ്ട് ഒഴിവാക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അദാബിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നൈൽ നദിയിൽ ഇങ്ങനെ വെള്ളം കൂടി വന്നപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ തങ്ങൾക്ക് കത്തെഴുതി, ഉമർ തങ്ങളെ, ഈജിപ്തുകാർ ഇങ്ങനെയാ ചെയ്യാറുള്ളത്, നമുക്കത് പാടില്ലല്ലോ, അതുകൊണ്ട് എന്ത് വേണം? ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു തുണിക്കഷ്ണത്തിൽ എഴുതി വിടുകയാണ്. വല്ലാത്ത അത്ഭുതമല്ലേ അത്. മിൻ ഉമർ അമീറുൽ മുഅ്മിനീന ഇലാ നീൽ മിസ്ര. കത്തിന്റെ അഡ്രസ് അങ്ങനെയാണ്. മിൻ ഉമർ അമീറുൽ മുഅ്മിനീൻ, ഫ്രം ഉമർ ലീഡർ ഓഫ് ദി ബിലീവേഴ്സ്, സത്യവിശ്വാസികളുടെ നേതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ എഴുതുകയാണ്, ഇലാ നീൽ മിസ്ര, ടു ദ നൈൽ ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിന്റെ നൈൽ നദിയിലേക്ക് എഴുതുന്ന കത്ത്. ഉമർ തങ്ങൾ എഴുതിയൊരു കത്താണത്. അമ്മാ ബഅദ് എന്ന് പറഞ്ഞ സ്വലാത്തും സലാമൊക്കെ ചൊല്ലി, അമ്മാ ബഅദ് ഫഇൻ കുൻത തജ്രി ബിഅംരിക് ഫലാ ഹാജത ലനാ ഫീക്. നീ ഒഴുകുന്നത് നിന്റെ സ്വയ ഇഷ്ടപ്രകാരമാണെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിന്നോട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. വഇൻ കുൻത തജ്രി ബിഅംരില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെയാണ് നൈലെ നീ ഒഴുകുന്നതെങ്കിൽ, ഫജ്രി അലാ ബറകത്തില്ലാഹ്, അള്ളാന്റെ ബറക്കത്തിലായിട്ട് ഒഴുകിക്കോ, നീ ഞങ്ങൾക്ക് നാശമായിട്ട് വരരുത്. ഈ കത്ത് കൊടുത്തിട്ട് മഹാനായ സുഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു ഉമർ തങ്ങൾ, അംർ ഇബ്നുൽ ആസ്, ഇത് ആ നദിയിലേക്ക് എറിഞ്ഞു കൊടുത്തേക്കിൻ. ഈ കടലാസിന്റെ കഷ്ണം, തുണി കഷ്ണം നദിയിലേക്ക് എറിയാൻ വേണ്ടി പറഞ്ഞു. ഫജറാ വലം യഖഫ് ബഅദ ദാലിക്. അതിന്റെ ശേഷം ഈജിപ്തിൽ വെള്ളപ്പൊക്കം, നൈലിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. വല്ലാത്തൊരു അത്ഭുതമാണത്. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് നടത്തിയതാണ്. ഒരു ചെറിയ കടലാസിന്റെ കഷ്ണം തുണി കഷ്ണത്തിൽ എഴുതി കൊടുത്തതാ, മിൻ ഉമർ അമീറുൽ മുഅ്മിനീൻ ഇലാ നീൽ മിസ്ര. ഈജിപ്തിലെ നൈൽ നദിയോട് ഉമർ തങ്ങൾക്ക് പറയാനുള്ളത്, നീ നിന്റെ ഇഷ്ടപ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ നിന്നോട് എനിക്കൊന്നും പറയാനില്ല. നീ ഒഴുകുന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെയാണെങ്കിൽ ബറക്കത്തിൽ ഒഴുകിക്കോ, നാശമായി വരല്ല എന്ന് പറഞ്ഞു. ആ നൈൽ നദി നിന്നത്, മഹാനായ ആ വെള്ളപ്പൊക്കം നിന്നുപോയത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്താണ്. അല്ലാഹു തആല അവരൊക്കെ ഇഷ്ടപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തരാണ്. മദീനയിൽ ഭൂകമ്പമുണ്ടായിരുന്നു. മദീനയിൽ ഭൂകമ്പമുണ്ടായി. ആ സമയത്താണ് ഉമർ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞത്, അല്ലാഹു തആല ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ ഇദാ ഉസിയല്ലാഹ്, അല്ലാഹുവിന് എതിരായിട്ട് ആളുകൾ പ്രവർത്തിക്കുമ്പോഴാണ്. അതുകൊണ്ട് മദീനയിൽ ആരെങ്കിലും ഇനി തെറ്റ് ചെയ്താൽ, ഇനിയൊരു ഭൂകമ്പമുണ്ടായാൽ അതിനർത്ഥം ഇവിടെ ആരൊക്കെയോ തെറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് ഇനിയൊരു ഭൂകമ്പമുണ്ടായാൽ ഉമർ മദീനയിൽ നിന്ന് പുറത്തു പോകും, ഞാനിവിടെ താമസിക്കൂല എന്ന് പറഞ്ഞു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു മദീനയിൽ കഴിയാൻ. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കും അതാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതൻ ഫീ ബലദി നബിയിക്. നിന്റെ നബി കിടക്കുന്ന നാടാണ് മദീന, അവിടെ എനിക്ക് രക്തസാക്ഷിത്വം വേണം പടച്ചവനെ എന്ന് ചോദിച്ചവരാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇവിടെ എനിക്ക് ഷഹീദാവണം. യുദ്ധം നടക്കാത്ത ഭൂമിയാണ് മദീന, അവിടെ ഷഹീദാവണമെന്ന് പറയാൻ. അതാണ് അല്ലാഹു തആല ഉമർ തങ്ങൾക്ക് കൊടുത്തത്. നിസ്കരിക്കുന്ന നേരത്തെ ശത്രു വന്ന് കുത്തിയില്ലേ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ?
ഉമർ തങ്ങളത് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ആ സംഭവം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു കോഴി എന്നെ വന്ന് 3 തവണ കുത്തുന്നത് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ സ്വഹാബികൾ, എനിക്ക് തോന്നുന്നു സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ആണോ എന്നറിയില്ല, ആ സ്വപ്നത്തെ വ്യാഖ്യാനം ചെയ്തു കൊടുത്തു. ഉമർ എന്നവരെ, നിങ്ങൾ ശത്രുവിനാൽ കുത്തപ്പെടും എന്ന് പറഞ്ഞു, നിങ്ങൾ സ്റ്റാബ് ചെയ്യപ്പെടും. പിറ്റേന്ന് സുബഹിക്കാണ് സംഭവം നടക്കുന്നത്. മദീനയിൽ ഇങ്ങനൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ, നമ്മുടെ വിഷയം അതല്ല, വഖഅത്ത് സൽസല ബിൽ മദീന, മദീനയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒരു ചെറിയ വടിയുണ്ട്. ദിർറ എന്നാ പറയാ, ചാട്ടവാറ് പോലെ എന്നൊക്കെ പറയും. ചെറിയൊരു വടിയുണ്ട്, അതെപ്പോഴും കൊണ്ടു നടക്കും. ഉമർ തങ്ങൾ പേടിപ്പിക്കാല്ല, അതുകൊണ്ടാണ് അലാഹു ബിദ്ദിർറ എന്നൊക്കെ കാണും. ഉമർ തങ്ങൾ വടിയെടുത്ത് പേടിപ്പിച്ചു എന്നൊക്കെ. ആ വടി കൊണ്ട് കുത്തിയിട്ട് പറഞ്ഞു, ഉസ്കുനി ബിഇദ്നില്ലാഹ്, ഭൂമി അള്ളാന്റെ അനുമതിയോടുകൂടെ നീ അടങ്ങ് എന്ന് പറഞ്ഞു. ഉസ്കുനി ബിഇദ്നില്ലാഹ് ഫസകനത്. പിന്നെ മദീനയിൽ കുലുക്കമുണ്ടായിട്ടില്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു സംഭവമാണ്. ഉസ്കുനി ബിഇദ്നില്ലാഹ്, ശാന്തമായി നിൽക്ക് ഭൂമി, ബിഇദ്നില്ലാഹ്, അള്ളാന്റെ അനുമതിയോടുകൂടെ അടങ്ങി നിൽക്ക്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഖാനൂനുകൾ, ഇതിൻ്റെ നിയമങ്ങൾ അള്ളാഹു അവർക്ക് വേണ്ടി മാറ്റിക്കൊടുക്കുകയാണ്. ഇത് അള്ളാഹു തൃപ്തിപ്പെട്ടതിൻ്റെ അടയാളമാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വർഗവാസിയാണല്ലോ, സംശയമില്ലല്ലോ. മഹാനായ ഉമർ തങ്ങൾ തന്നെ മദീനയിൽ ഒരു തീപിടുത്തുണ്ടായി. മദീനയുടെ വീടുകളിൽ ഒന്നാകെ തീ പടർന്ന് പിടിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇതുപോലെ തന്നെ ഒരു കടലാസിന്റെ കഷ്ണത്തിൽ എഴുതി കൊടുത്തു, യാ നാറു ഉസ്കുനി ബിഇദ്നില്ലാഹ്, തീയെ അള്ളാന്റെ അനുമതിയോടുകൂടെ നീ അടങ്ങി നിൽക്ക്. എന്നിട്ട് പറഞ്ഞു, ഈ കടലാസ് കഷ്ണം തീയിൽ കൊണ്ടുപോയി എറിയെന്ന് പറഞ്ഞു. അന്നത്തെ ഫയർഫോഴ്സ്, ഫയർ ഫൈറ്റിംഗ് ആണ് ഈ കാണുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു കടലാസിൽ എഴുതി കൊടുക്കുകയാണ്, യാ നാറു ഉസ്കുനി ബിഇദ്നില്ലാഹ്, തീയെ അള്ളാന്റെ അനുമതിയോടുകൂടെ അടങ്ങ്, ഇത് കൊണ്ടുപോയി എറിയെന്ന് പറഞ്ഞു. ഫറമൗഹ, ആ കടലാസിന്റെ കഷ്ണം തീയിൽ കൊണ്ടുപോയി ഇട്ടതാണ്. ഫന്തഫഅത് ഫിൽ ഹാൽ, അപ്പോഴേക്കും ഉടനെ തന്നെ വിത്തിൻ സെക്കൻഡ് ആ തീ അണയുകയാണ് ഉണ്ടായത്. ഇതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായ വലിയ വലിയ കറാമത്തുകളാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ ജീവിച്ചവരല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങളെ കാണാൻ വേണ്ടി റോമിലെ ഒരു അംബാസഡർ ഉമർ തങ്ങളെ കാണാൻ വേണ്ടി വന്നു റളിയല്ലാഹു തആല അൻ. അപ്പോൾ നോക്കിയിട്ട് മദീനയിൽ കൊട്ടാരമൊന്നും കാണുന്നില്ല. നമ്മളൊരു കൊട്ടാരം കാണുമ്പോൾ അവിടെ കാര്യമായൊരു ഭരണാധികാരി ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഒന്നും കാണുന്നില്ല. അങ്ങനെ അദ്ദേഹം മദീനയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി നടന്നു, എങ്ങനെയുണ്ട് മദീന. കാരണം ലോകം വിറക്കാറുണ്ട് ഉമർ തങ്ങളുടെ പേര് കേട്ടാൽ. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് കേട്ടാൽ വിറക്കാത്ത ഭരണാധികാരി ഇല്ല എന്ന്. നോക്കുമ്പോൾ മദീനയിൽ ഒരു കൊട്ടാരവും ഇല്ല. അങ്ങനെ നടക്കുമ്പോൾ ഒരാളുണ്ട്, വാള് തലയിൽ വെച്ചിട്ട്, തലക്കടിയിൽ വെച്ചിട്ട് ഇങ്ങനെ മണ്ണിൽ കടന്നുറങ്ങുന്നൊരു വൃക്ഷത്തിൻ്റെ താഴെ. അപ്പോൾ ആളുകളൊക്കെ വളരെ ബഹുമാനത്തിലാണ്. ഉമർ തങ്ങളിങ്ങനെ വിശ്രമിക്കുകയാണ് ഒരു മരത്തിൻ്റെ താഴെ പച്ച മണ്ണിൽ. അപ്പോൾ ആരോടോ ചോദിച്ചു, ഇത് ആരാണ്? ഇതാണ് അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ്, ഇസ്ലാമിൻ്റെ ഭരണാധികാരി, അഷ്റഫുൽ ഖൽഖിൻ്റെ സുഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അയാളങ്ങ് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് തിരിച്ചു വന്നു. അവിശ്വാസികൾക്ക് ചില നേരത്ത് ആ ഒരു സഹിഷ്ണുതയുടെ മനസ്സ് ചിലപ്പോൾ അങ്ങ് നഷ്ടപ്പെട്ടു എന്ന് വരും. ആ റോമക്കാരനായ ഈ അംബാസഡർക്ക് തോന്നി, ഈ നേരത്തിൻ്റെ കയ്യിലെ വാളുകൊണ്ടൊരു വിട്ടുകൊടുത്താൽ ഉമർ എന്നവർ മരിക്കും, പിന്നെ ഇസ്ലാമിക ലോകത്തെ ശക്തി നഷ്ടപ്പെടും. അങ്ങനെ തൻ്റെ കയ്യിലുള്ള വാളിങ്ങനെ കയ്യിലേക്ക് ഊരിയെടുത്തതേ ഉള്ളൂ. 2 സിംഹം, അസദാൻ, 2 സിംഹം ഉമർ തങ്ങളുടെ റൈറ്റിലും ലെഫ്റ്റിലും നിന്നിട്ട് ഇയാളുടെ ദേഹത്തേക്ക് ചാടുകയാണ് ഉണ്ടായത്. ആർത്ത് നിലവിളിച്ച് ഇയാൾ ഓടുമ്പോഴാണ് ഉമർ തങ്ങൾ ഉണരുന്നത്. നോക്കുമ്പോൾ ഒന്നുമില്ല. അവിടെ വെച്ചിട്ട് ഇയാൾ പറഞ്ഞ വാക്കാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് അള്ളാഹു ചെയ്ത പണിയാണ്. മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാണ്, ഞാൻ മുസ്ലിമാവുകയാണ്. ഫഅസ്ലമ ഫിൽ ഹാൽ, അവിടെ വെച്ച് മുസ്ലിമായിട്ടുണ്ട്. യൂറോപ്പുകാരനായ ആ റോമൻ ഭരണാധികാരിയുടെ അംബാസഡർ ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ നടന്നു. ഉലമാ പറയുന്നതിനെ സംബന്ധിച്ച് മഹാനായ മുഫസ്സിർ നൈസാബൂരി ഗറായിബുൽ ഖുർആൻ വ റഗായിബുൽ ഫുർഖാൻ അദ്ദേഹത്തിന്റെ സിദ്ധമായ തഫ്സീർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ലം യത്തഫിഖ് ലിഅഹദിൻ മിൻ അവ്വലി അഹദി ആദം ഇലൽ ആൻ മാ തയസ്സറ ലഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംഭവിച്ചതുപോലെയുള്ള ഇത്തരം അത്ഭുതങ്ങൾ അത് മാത്രമല്ല, വളരെ മനോഹരമായ ഫഇന്നഹു മഅ ഗായതി ബുഅദിഹി അൻ തകല്ലുഫാത് കൈഫ ഖദറ അലാ തിൽക സിയാസാത്ത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം, ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു നൽകിയ ഈ അംഗീകാരവും ഈ കറാമത്തുകളും
ആദൻ നബിയുടെ കാലം മുതലങ്ങ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും അത്ഭുതകരമായ സംഭവങ്ങൾ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്.